തിരികെ പോകാനൊരുങ്ങി ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35. വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിച്ചു. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറാണ് പരിഹരിച്ചത്. വിമാനം ഈ മാസം 20-ന് ശേഷം തിരികെ കൊണ്ടുപോകും. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, F-35 വിമാനത്തിന്റെ ഈ ഗതി ഒരുപക്ഷെ വേറൊരു വിമാനത്തിന് വന്ന് കാണത്തില്ല. നമ്മുടെ നാട്ടിലെ ഈ എല്ലാ ട്രോളന്മാരും എടുത്ത് അറഞ്ചം പുറഞ്ചം ട്രോളി, നമ്മുടെ ഹരിതകർമ്മസേനയടക്കം ഈ വേസ്റ്റ് വേണമെങ്കിൽ എടുത്തോളാം സാറേ എന്ന ട്രോള് കൂടി കൊണ്ടുവന്നു. ഇപ്പോൾ സംഭവം കുട്ടപ്പനായെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് 20-ന് ശേഷം പറന്നു പോകും നമ്മുടെ F-35 അല്ലേ? നമ്മുടെ അല്ല, അവരുടെ. ഈ ട്രോളും അടുത്തിട്ടേ പോകുന്ന തിരിച്ചുപോക്കിന് അതിനകത്ത് നിറയെ യുദ്ധോപകരണങ്ങളാണല്ലോ, ബോംബുകളൊക്കെ ആണല്ലോ. ഒരെണ്ണം ഇതിൻ്റെ പുറത്തേക്കൊന്നും ഇട്ടിട്ട് പോവാതിരുന്ന മതിയായിരുന്നു. അമ്മാതിരി ട്രോളാണ് നമ്മുടെ ആശാമാർ നടത്തിയത്. എന്തായാലും അതിൻ്റെ തകരാറ് പരിഹരിച്ചു. നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് 1 മാസം കഴിഞ്ഞു. തകരാറുകൾ എല്ലാം പരിഹരിച്ചു എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അവർക്ക് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് നോക്കണം. അതിനുശേഷം പോകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ബ്രിട്ടീഷ് നാവികസേനയുടെ ഒരു ഫൈനൽ കോള് കൂടി കിട്ടിയതിന് ശേഷം പോകും. 20-ാം തീയതി ശേഷം ഇവിടെ നിന്ന് പറന്നുയരും എന്നാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർക്ക് ബ്രിട്ടീഷ് സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ബ്രിട്ടീഷ് വിമാനം 1 മാസത്തിലധികം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടന്നതിന് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. തകരാറുകളെല്ലാം പരിഹരിച്ചു. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. F-35 അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ബ്രിട്ടീഷുകാരുടെ എയർഫോഴ്സ് സംവിധാനത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച, അവരുടെ നാവിക സംവിധാനത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സംവിധാനമാണ് ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം.